Welcome to English class. 9th standard, the Jingle Air Crash, Part 4. We have covered 3 sections. Now the author Julian, she is the main character of this lesson also. ഈ പാഠത്തിൽ ഓട്ടോബയോഗ്രഫിക്കൽ സ്കെച്ചാണ്. അതിലെ പ്രധാന കഥാപാത്രവും ജൂലിയൻ, a 16-year-old girl. And she was traveling with her mother in an aeroplane. It was coming from Lima to Lupakal, and her father was working in a jungle hut because he was a scientist doing experiments with nature, studying the conditions, situations of the nature of the nature. പ്രകൃതിയെപ്പറ്റി പഠിക്കുന്ന ഇക്കോളജിസ്റ്റാണ്. ആൻഡ് ഹർ മദർ ഓർണിത്തോളജിസ്റ്റാണ്. പക്ഷികളെപ്പറ്റി പഠനം നടത്തുന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ് ബോത്ത് ഓഫ് ദം വർ പ്രൊഫസേഴ്സ്. രണ്ടുപേരും യൂണിവേഴ്സിറ്റി അധ്യാപകരാണ്. ആൻഡ് ജൂലിയൻ വാസ് ഗോയിങ് ടു സ്പെൻഡ് ഹർ ക്രിസ്മസ് വെക്കേഷൻ with her father. And unexpectedly that happened. The air crash, vimana apakatam, on the top of the jungle. And after 2 days, Julian seemed herself alone in the forest, in the middle of the forest, belted with her seat. തൻ്റെ സീറ്റിൽ ബന്ധിതയായിട്ട് ചതുപ്പ് നിലത്തിൽ കാട്ടിനുള്ളിൽ നിലത്ത് വീണ് കിടക്കുന്ന ജൂലിയൻ. അവൾ ബോധം വന്നപ്പോൾ തൻ്റെ കെട്ടഴിച്ച് പുറത്ത് കിടക്കുന്നു. ശരീരത്തിൽ മുറിവുകളുണ്ട്, വേദനയുണ്ട്. And no address of mother or other passengers. എവിടെയാണെന്നറിയില്ല, അമ്മയെപ്പറ്റി ഒന്നും അറിയില്ല. വിമാനത്തിന് അഗ്നിജ്വാല കണ്ടത് ഓർമ്മയുണ്ട്. അവിടെ ഒന്നും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളില്ല. ആൻഡ് നൗ ഷീ ഈസ് സ്ട്രഗിളിങ് ഫോർ ഹർ ലൈഫ്. ഇപ്പോഴവൾ ജീവന് വേണ്ടി പോരാടുകയാണ്. നോ ഫുഡ്, കഴിക്കാൻ ഭക്ഷണമില്ല. നോ പ്യുവർ വാട്ടർ, ശുദ്ധജലമില്ല. ആൻഡ് ഫുൾ ഓഫ് ജിംഗിൾ ക്രീച്ചേഴ്സ്, ചുറ്റിലും ഭീകരരായ വന്യജീവികൾ മാത്രം. ആൻഡ് എസ്പെഷ്യലി ദ ഡേഞ്ചറസ് ക്രീച്ചേഴ്സ്, അത്യന്തം അപകടകാരികളെന്ന് പറയുന്നത് ദ സ്നേക്സ് ആൻഡ് ദ സ്കാർപ്പിയൻസ് ആൻഡ് ദ ജിംഗിൾ സ്പൈഡേഴ്സ്. കാട്ടിൽ കാണുന്ന ഇൻസെക്ട്സ്, ഷഡ്പദങ്ങളുണ്ട്. സ്പൈഡേഴ്സ്, ചിലന്തികളുണ്ട്. സ്കാർപ്പിയോൺ, തേളുണ്ട്, കാട്ടുതേളുണ്ട്. ആൻഡ് ഹൈലി പോയിസണസ് സ്നേക്സ്. മൊറോവർ ഡെൻസ്, പല ഇടങ്ങളിലും ചതുപ്പായിരിക്കും. കാലുകുത്തിയാൽ അവിടെ താഴ്ന്നു പോകും. ആൻഡ് ഫ്രം സച്ച് എ പ്ലേസ് ഷീ ട്രൈസ് ടു എസ്കേപ്പ്. അവൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നൗ ഷീ ഈസ് മൂവിങ് ത്രൂ ദി ബാങ്ക് ഓഫ് എ റിവർ. ഒരു നദിക്കരയിലൂടെ ആ കൊച്ചുകുട്ടി ഏകയായിട്ട് നടന്നു പോകുന്നു. ആൻഡ് ഓൺലി വൺ സ്റ്റിക്ക് ഈസ് ഹെർ വെപ്പൺ. കയ്യിൽ കരുതിയ, അവിടെ നിന്ന് മുറിച്ചെടുത്ത ഒരു വടി മാത്രമാണ് അവളുടെ ആയുധം. ടു ടച്ച് the front edge,
നടക്കുന്ന ആ മുൻവശം, തൻ്റെ മുന്നോട്ട് പോകുന്ന ഭാഗം കുഴിയുള്ളതാണോ ജീവികളുള്ളതാണോ എന്നൊക്കെ ശബ്ദമുണ്ടാക്കി അടിച്ച് തൊട്ടറിഞ്ഞു കൊണ്ടുപോകുന്നു. Then let us continue. But I had to stay near or in the stream. Page 119. But I had to stay near or in the stream. അവിടെ എവിടെയെങ്കിലും നിന്നേ പറ്റുള്ളൂ, നദിക്കരയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ. Its banks were overgrown with tangled vines. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പുഴക്കര വള്ളികളാൽ ഇടതിങ്ങി പിണഞ്ഞു കിടക്കുന്ന വൈൻസ്, വള്ളികൾ, ടാങ്കിൾഡ്, ഇൻ്റർലിങ്ക്ഡ്, കെട്ടുപിണഞ്ഞ വള്ളികളുള്ള, മരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന വള്ളികളുള്ള സ്ഥലമാണത്. മേക്കിംഗ് എവറി സ്റ്റെപ്പ് ആർഡ്വസ്. അതുകൊണ്ട് ആ വള്ളികൾക്കിടയിൽ പോലും പാമ്പുണ്ടാകും, സ്പൈഡേഴ്സ് ഉണ്ടാകും, ഇൻസെക്ട്സ് ഉണ്ടാകും. അതൊന്നും കടിക്കാതെ, ആക്രമിക്കപ്പെടാതെ മൂവ് ഫോർവേഡ്. ഇറ്റ് ഈസ് ആർഡ്വസ്, വെരി വെരി ഡിഫിക്കൽട്ട്. വളരെ ആർഡ്വസ്, ARDOUS, ഡിഫിക്കൽട്ട്, ഡേഞ്ചറസ്, അപകടകരമാണ് അവസ്ഥ. സംടൈംസ് ഐ ഹാഡ് ടു വേഡ് ത്രൂ. ചിലപ്പോൾ ഐ ഹാഡ് ടു വേഡ്, ദിസ് ഇസ് വേഡ്, വകഞ്ഞു മാറ്റി നീങ്ങുക. മൂവ് ഫോർവേഡ്. വെള്ളമാണെങ്കിൽ വെള്ളം വകഞ്ഞു മാറ്റിക്കൊണ്ട്, വള്ളികളാണെങ്കിൽ വള്ളികൾ വകഞ്ഞു മാറ്റിക്കൊണ്ട്, പുല്ലാണെങ്കിൽ പുല്ല് തട്ടി മാറ്റിക്കൊണ്ട്, ദിസ് വേഡിങ്. ആൻഡ് ഐ ഹാഡ് ടു വേഡ് ത്രൂ ദ വാട്ടർ. ചിലപ്പോഴും ഞാൻ നദിക്കരയിലൂടെ വെള്ളത്തിലൂടെ വെള്ളം വകഞ്ഞു മാറ്റിക്കൊണ്ട് സഞ്ചരിക്കേണ്ടി വന്നു. കാരണം കരയിൽ നിന്നും ചിലപ്പോൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം ബിക്കോസ് ഹ്യൂജ്, വലിയ, റോട്ടഡ്, കെട്ടുപോയ. റോട്ട് മീൻസ് ബിക്കം ഡീക്കേ. റോട്ട്, ROT, ബിക്കം ഡീക്കേ, DECAY, കെട്ടുപോവുക, ചീഞ്ഞു പോവുക. റോട്ടൺ, കെട്ടുപോയ. ആ റോട്ടഡ് ട്രീ ട്രങ്ക്, മരത്തടി, ട്രീ ട്രങ്ക്, വെള്ളത്തിൽ വീണ് കിടക്കുന്ന കെട്ടുപോയ ഭാഗങ്ങൾ, വലിയ മരത്തടികൾ, മരക്കുറ്റികൾ വഴി തടഞ്ഞപ്പോൾ ഞാൻ വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങി നടന്നു. ദാറ്റ് ബാർഡ് മൈ വേ. ബാർ, തടയുക. ദാറ്റ് ബാർഡ് മൈ വേ. സോ ഷീ കുഡിൻറ്റ് മൂവ് ഈസിലി. And she was alone. We must know that a 16-year-old girl in the forest alone. And she was walking forward through the banks and sometimes through the water. കാരണം പലപ്പോഴും വഴി തടഞ്ഞുകൊണ്ട് വലിയ മരക്കുറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്ലോ ഗോയിങ്. അതുകൊണ്ട് എൻ്റെ യാത്ര വളരെ സാവധാനത്തിലായിരുന്നു. നൈറ്റ്സ് ഇൻ ദ ജംഗിൾ, സോ നൈറ്റ് കെയിം. രാത്രി, കാട്ടിലെ രാത്രികൾ, ദാറ്റ് ആർ അട്രാക്റ്റീവ്, വളരെ ആകർഷകമാണ്. എവിടെ, എപ്പോൾ? ഓൺലി ഇൻ ഫിലിംസ്. സിനിമ കാണുമ്പോൾ കാട് അതിമനോഹരമാണ് നമുക്ക് സിനിമയിലൂടെ. ഇൻ റിയൽ ലൈഫ്, എന്നാൽ നിത്യജീവിതത്തിലോ ദേ ആർ ഫ്രൈറ്റനിങ്. അത്രമേൽ ഭയപ്പെടുത്തുന്നതാണ് കാടുകൾ. അറ്റ് എനി ടൈം ദ ലൈഫ് മേ ലോസ്. ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടാം. ദർ വാസ് ആൾവേസ് എ റെസ്ലിംഗ് സംവെയർ. എപ്പോഴും കാട്ടിൽ എവിടെയെങ്കിലും ഒരൊച്ച, ഒരനക്കം, റെസ്ലിംഗ്, ഒരു മർമ്മരമുണ്ടായിരിക്കും. റെസ്ലിംഗ്. സംതിങ് മൂവ്, സംതിങ് സൗണ്ട്സ്, സംതിങ് റൺസ്, ആനിമൽസ്, ക്രീച്ചേഴ്സ്, എനിത്തിങ്. അങ്ങനെ നോക്കുമ്പോൾ ദർ വാസ് ഓൾവേസ് എ റെസ്ലിംഗ് സംവെയർ. എവിടെയൊക്കെയോ എപ്പോഴും എന്തെങ്കിലും അനക്കമോ ഒച്ചയോ മർമ്മരമോ ഉണ്ടായിരിക്കും. സ്നേക്സ്, അത് പാമ്പുകളാണോ? ആവാം. സംതിങ് വാസ് ക്രോളിങ് ഓവർ മൈ ലെഗ്സ്. എന്തോ ഒന്ന് എൻ്റെ കാലിലൂടെ ഇഴഞ്ഞുപോയി. ടാരൻ്റില്ല, ഒരു ജലത്തിലൂടെ
ജീവിക്കുന്ന കരയിലുമുള്ള ആ ഒരു വിഷപ്പാമ്പ്, വിഷജീവി. ഈവൻ ദ എയർ സീംഡ് പോയിസൺഡ്. എന്തിനു പറയുന്നു? കാറ്റിൽ പോലും വിഷമുണ്ട്. ബൈ ഡിക്കേയിങ് ട്രീസ്. ചിലപ്പോൾ കെട്ട പഴങ്ങളുടെ, കെട്ട ചവറിൻ്റെ, കെട്ട ഇലകളുടെ ഗന്ധം. ഐ സ്ലെപ്റ്റ് ഫിറ്റ്ഫുള്ളി. എന്നിട്ടും ഞാൻ ഉറങ്ങിപ്പോയി. ഫിറ്റ്ഫുള്ളി, ദാറ്റ് മീൻസ് ഫോർഗെറ്റിംഗ് എവറിതിങ്. ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി, അല്ലെങ്കിൽ അവിടെ ഇരുന്നുറങ്ങിപ്പോയി. സോ her journey continues. On the third day, you see, 2 days over. 2 ദിവസം കഴിഞ്ഞു. Without food, without water, and without any protection. Nobody to escape, save her. Nobody to help her. And a human soul in the forest. ഒരു മനുഷ്യക്കുട്ടി കാട്ടിൽ തനിച്ച്. ഇത് കഥയല്ല. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. ഇറ്റ്സ് നോട്ട് എൻ ഇമാജിനേഷൻ. ഇറ്റ്സ് എ റിയാലിറ്റി that happened. So this lesson says how we can escape. There may be problems in our life. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ബട്ട് ടു സം പീപ്പിൾസ് all things are problems. ചിലർക്ക് എല്ലാം പ്രശ്നങ്ങളാണ്, മറ്റു ചിലർക്ക് പ്രശ്നങ്ങളേ ഇല്ല. all problem are challenges. ശരിയാണ്. പ്രശ്നം എന്ന് പറഞ്ഞൊരു വെല്ലുവിളിയാണ്. അതിന് we are human beings. We can face it. We can win it. മനുഷ്യരാണ് നമ്മൾ. പ്രശ്നങ്ങൾ, that is the part of our life. Problems, that is the everyday thing of our life. നിത്യജീവിതത്തിലെ സംഭവങ്ങളാണ്. And some people say, I can't face it, I can't face it. And he is or she is not eligible to live. അങ്ങനെ പറയുന്നവർ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അർഹരല്ല. Because life itself is a problem. Living itself is a problem. And winning the life is very, very difficult. ജീവിക്കുക എന്ന് തന്നെ പ്രശ്നമാണ്. ജീവിതത്തിൽ വിജയം നേടുക. എന്താണ് വിജയം? പരീക്ഷ പാസ്സാവലല്ല. ലീഡ് എ പീസ്ഫുൾ ഹെൽത്തി ലൈഫ്. സമാധാനപ്രദമായ, ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കുക. അതാണ് വിന്നിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ജൂലിയൻ എന്നുള്ള 16 വയസ്സുകാരി, ഷീ ഈസ് എ മാറ്റർ ഓഫ് മോട്ടിവേഷൻ. വായിക്കുന്നവർക്ക്, ഈ കഥ അറിയുന്നവർക്ക്, ഇത് പഠിക്കുന്നവർക്ക് ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. യു ആർ മൂവിങ് ടുവേർഡ്സ് 10th സ്റ്റാൻഡേർഡ്. ആൻഡ് 10th സ്റ്റാൻഡേർഡ് ഈസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ടു എവരിബഡി ദേ സേ ദാറ്റ്, ഓ 10th സ്റ്റാൻഡേർഡ്, SSLC. വാട്ട് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് നോട്ട് എ ബോംബ് അറ്റ് ഓൾ. ഇതെന്തൊരു ബോംബാണ് SSLC എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ കോമൺ തിങ്. സാധാരണ നമ്മൾ ജീവിതത്തിൽ ഒരു പ്രഭാതം ഉണ്ടാകുന്നു, പരീക്ഷ നടക്കും, അത്ര തന്നെ. ആൻഡ് എക്സാം ഈസ് നോട്ട് എ ന്യൂ തിങ്. പരീക്ഷ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമല്ല ആർക്കും. എ കോമൺ തിങ്. ആൻഡ് വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. അതിന് ആ ദിവസങ്ങളിൽ കിടന്നുഴച്ചിട്ട് കാര്യമില്ല. വി മസ്റ്റ് നോ ഇറ്റ് വിൽ കം. നമുക്കറിയാം, മഴ വരുന്നത് വരെ കാത്തിട്ട് പുര കെട്ടിയിട്ട് കാര്യമുണ്ടോ? പുര ആദ്യമേ കെട്ടി വെക്കണം, മഴ കൊള്ളാതിരിക്കണമെങ്കിൽ. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു വിൻ, യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഏർലി. അല്പം നേരത്തെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. ആ ഉദ്ദേശം കൂടി ഈ പാഠത്തിലുണ്ട്. ഓൺ ദ 3rd day, 3-ാം ദിവസം, ഐ ഹേർഡ് വൾച്ചേഴ്സ്. ഞാൻ കേട്ടു വൾച്ചേഴ്സ്, ഹോക്സ്, കഴുകന്മാരുടെ ശബ്ദം. എവിടെ ശവശരീരങ്ങളുണ്ടോ, പ്രത്യേകിച്ച് മനുഷ്യ ശവങ്ങളുണ്ടോ, അവിടെ കഴുകൻ്റെ ചിറകടിയൊച്ച കേൾക്കാം. അതിനർത്ഥം ഇവിടെ എവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന മനുഷ്യ ശവങ്ങളുണ്ട്. Where there are vultures, there are usually bodies. കണ്ട, കഴുകന്മാരുണ്ടെങ്കിൽ താഴെ മണ്ണിൽ മൃതദേഹങ്ങളും ഉണ്ടാകും. ഐ കെയിം അപ്പോൺ എ പീസ് ഓഫ് എയർപ്ലെയിൻ. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കഷ്ണം, ഒരു പീസ്, വിമാനത്തിനൊരു കഷ്ണം, ഫ്യൂസ്ലേജ്, ആ സ്വിച്ച് ബോർഡും ഒക്കെയുള്ള
ആ ഭാഗം. ആൻഡ് സോ ട്വിസ്റ്റഡ് കേബിൾസ്, അതിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന കേബിൾസ്, വയറുകളോടുകൂടിയ ആ ഭാഗം, വിമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കണ്ടു. ദ പ്ലേസ് സ്റ്റാങ്ക് ഓഫ് ബേൺഡ് ഫെയർ, അവിടെ മുഴുവൻ ഇന്ധനം ചിതറിക്കിടന്നിരുന്നു, അല്ലെങ്കിൽ ഒലിച്ചിറങ്ങിക്കിടന്നിരുന്നു. ബട്ട് ഐ കുഡ് ഫൈൻഡ് നോ സർവൈവേഴ്സ്, പക്ഷേ എനിക്ക് ഒരു വ്യക്തിയെയും, അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു സർവൈവറേയും, സർവൈവ് വെബാണ് ഓവർകം ദ ആക്സിഡൻറ്റ്, അപകടത്തെ അതിജീവിക്കുക, രക്ഷപ്പെടുക. സർവൈവർ, വൺ ഹു ഹാസ് ഓവർകം ദി ആക്സിഡൻറ്റ്, അപകടത്തെ അതിജീവിച്ച വ്യക്തിയെ സർവൈവർ എന്ന് പറയാം. ഞാൻ ഒരു സർവൈവറേയും കണ്ടില്ല. അവൾക്കറിയാം അപകടം പറ്റി എന്ന്, പക്ഷേ വിമാനത്തിൻ്റെ അംശങ്ങൾ കണ്ടു. ഡീസലിൻ്റെയോ പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. ബട്ട് ഐ കുഡ് ഫൈൻഡ് നോ സർവൈവേഴ്സ്, പക്ഷേ മനുഷ്യരാരെയും കണ്ടില്ല. ഡ്യൂറിങ് ദ ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞ് കാണും, ഐ ഹേർഡ് ദ നോയ്സ് ഓഫ് എയർക്രാഫ്റ്റ് എൻജിൻസ്. അപ്പോഴാണ് ഞാൻ എയർക്രാഫ്റ്റ് എൻജിൻ്റെ ശബ്ദം പോലുള്ള ശബ്ദം കേട്ടത്, വിമാനത്തിൻ്റെ എൻജിൻ ശബ്ദിക്കുന്നത് പോലൊരു ശബ്ദം. ഐ ന്യൂ ഇറ്റ് വാസ് സെൻസ്ലെസ്, ബട്ട് ഐ യെൽഡ്. അതിന് വിവേകമില്ലെന്ന്, അതിന് ആ യന്ത്രത്തിന് വിചാരമില്ലെന്ന് എനിക്കറിയാം. അത് സെൻസ്ലെസ് ആണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് എന്നോട് വിളിച്ചു, ഹലോ, ഹെൽപ്പ്, ഹെൽപ്പ്. ഞാൻ യന്ത്രത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ട താമസം അവിടെ മനുഷ്യരുണ്ടാകുമെന്ന ധാരണയിൽ ആ പെൺകുട്ടി ആർത്തു വിളിച്ചു, ഹലോ, ഹെൽപ്പ്, എന്നെ രക്ഷിക്കൂ, ഞാൻ അപകടത്തിലാണ്, രക്ഷിക്കൂ. ആ കുട്ടി വിളിച്ചു പറഞ്ഞു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ, വീണ്ടും വിളിച്ചു പറഞ്ഞു. ഓവർ ആൻഡ് ഓവർ അഗെയിൻ, അഗെയിൻ ആൻഡ് അഗെയിൻ ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. ദേ മസ്റ്റ് ഹാവ് ബീൻ ക്വൈറ്റ് നിയർ, ബട്ട് നോബഡി ഹെയർഡ് ഇറ്റ്, നോബഡി കെയിം. ആരും കേട്ടില്ല, ആരും വന്നില്ല. പക്ഷെ അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആരെങ്കിലും അതിനടുത്ത് എവിടെയെങ്കിലും കാണുമെന്ന്. ദോ ഐ നെവർ സോ ദം ആൻഡ് ഓഫ് കോഴ്സ് ദേ ഡിഡൻറ്റ് സ്പോട്ട് മീ. ഇല്ല, ഞാൻ ആരെയും കണ്ടെത്തിയില്ല. ഇല്ല, ആരും എൻ്റെ അരികിലേക്ക് വന്നതുമില്ല. ദെൻ ദ നോയ്സ് ഓഫ് ദ പ്ലെയിൻസ് ഫെയ്ഡഡ്. അത് മുകളിലൂടെ സഞ്ചരിച്ച വിമാനത്തിൻ്റെ ശബ്ദമായിരുന്നു, കടന്നുപോയ വിമാനത്തിൻ്റെ ശബ്ദമായിരുന്നു. പക്ഷേ അവർ ഈ കുട്ടിയെ കണ്ടില്ല, ഈ കുട്ടിയുടെ ശബ്ദം അവർ കേട്ടതുമില്ല. ദെൻ ദ നോയ്സ് ഓഫ് ദ പ്ലെയിൻസ് ഫെയ്ഡഡ്. സാവധാനം വിമാനത്തിൻ്റെ ശബ്ദം അകന്നുപോയി, മങ്ങിപ്പോയി. ആൻഡ് ഐ വാസ് എഗെയിൻ അലോൺ. വീണ്ടും ഞാൻ തനിച്ചായി. ബട്ട് ഐ വാസ് നോട്ട് ഡിസ്ഹാർട്ടൻഡ്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ തകർന്നു പോയില്ല. ഡിസ്ഹാർട്ടൻ, DISHEARTEN. That means become despaired. ഞാൻ ഡിസ്പയർഡായി, നിരാശപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഐ ഡിഡിൻറ്റ് എന്നാണ് പറഞ്ഞത്. ഐ വാസ് നോട്ട് ഡിസ്ഹാർട്ടൻഡ്. അതൊന്നും എന്നെ നിരാശപ്പെടുത്താൻ തക്കവണ്ണമുള്ളതായിരുന്നില്ല. ഐ കുഡ് വാക്ക്. എനിക്ക് നടന്നേ പറ്റുള്ളൂ. ആൻഡ് ഷീ ഡിസൈഡഡ് ഷീ വാണ്ട് ടു ലിവ്. അവൾ തീരുമാനിച്ചു, ആ 16-കാരി തീരുമാനിച്ചിരുന്നു അവൾക്ക് ജീവിക്കണമെന്ന്. ഐ കുഡ് വാക്ക്. ജീവിക്കണമെങ്കിൽ ഈ കാട്ടിലൂടെ ഞാൻ നടന്നേ പറ്റുള്ളൂ. ഐ വാസൻറ്റ് ഹംഗ്രി. എന്തുകൊണ്ടോ ഇപ്പോൾ വിശപ്പും തോന്നുന്നില്ല. ആൻഡ് ഐ കുഡ് ഡ്രിങ്ക് ഫ്രം ദി ക്ലിയർ സ്ട്രീം. പക്ഷേ ദാഹിക്കുമ്പോൾ തെളിഞ്ഞ അരുവിയിലെ തെളിഞ്ഞ വെള്ളം കുടിച്ചു. നെക്സ്റ്റ് പേര. ഓൺ മൈ 4th day, 4-ാം ദിവസം, ഐ ഫിനിഷ്ഡ് ദി സ്വീറ്റ്സ്. കയ്യിലുണ്ടായിരുന്ന അല്പം മിഠായികൾ, വല്ലപ്പോഴും അത് നിന്നാണ് ആ പെൺകുട്ടി കഴിച്ചു കൂട്ടിയത്. കേക്കുണ്ടായിരുന്നു, അത് സ്റ്റെൽത്തിയായിപ്പോയി, കെട്ടുപോയതാണ്, അതുകൊണ്ട് അത് ഒട്ടും കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴിതാ മിഠായിയും തീർന്നു, സ്വീറ്റ്സും തീർന്നു. ദ ഓൺലി നറിഷ്മെൻറ്റ് ഐ ഹാഡ്.
അതുമാത്രമാണ് 3 ദിവസത്തെ എനിക്കുണ്ടായിരുന്ന പോഷകാഹാരം. ദാറ്റ് സ്വീറ്റ്സ്, ദാറ്റ് ടോഫീസ്. ആ ടോഫികൾ, ആ സ്വീറ്റ്സ്, അതും കഴിഞ്ഞു. ഐ വാസ് swollen ഫ്രം ദി സ്റ്റിങ്സ് ഓഫ് മൊസ്കിറ്റോസ്. മാത്രവുമല്ല, മോസ്കിറ്റോസിൻ്റെ, കൊതുകിൻ്റെ കുത്തുകൊണ്ടിട്ട്, കടിയേറ്റിട്ട് എൻ്റെ ശരീരമാകെ വീർത്തിരുന്നു. വീർക്കുക, വീർത്തിരുന്നു. ഇപ്പോൾ കണ്ടാൽ അറിയാത്തവണ്ണം ആ കുട്ടിയുടെ ശരീരമാകെ വീർത്തിരുന്നു, കാട്ടുകൊതു കുത്തിയിട്ട്. ആൻഡ് ഹോഴ്സ് ഫ്ലൈസ്, ഈ കുതിരയെ മറ്റും ശരീരത്തിൽ കടിക്കുന്ന വലിയ ഈച്ചകൾ, ഹോഴ്സ് ഫ്ലൈസ്, വലിയ ഈച്ചകൾ കുത്തിയിട്ട്, കൊതു കുത്തിയിട്ട് പാവം ആ കുഞ്ഞിൻ്റെ ശരീരം, ആ പെൺകുട്ടിയുടെ ശരീരം വീർത്തിരുന്നു, പെയിൻ എടുത്തിരുന്നു. ഹിയർ ആൻഡ് ദേർ, അവിടെ ഇവിടെയായിട്ട് ആർമീസ് ഓഫ് ആൻസ്, പട്ടാളങ്ങൾ, ഉറുമ്പിൻ്റെ പട്ടാളങ്ങൾ, അതും കടിക്കുന്നുണ്ട്. ഓൺ ദ മാർച്ച് ബ്ലോക്ക്ഡ് മൈ പാത്ത്, ചാലിട്ട് നീങ്ങുന്ന കാട്ടുറുമ്പുകൾ അല്ലെങ്കിൽ കാട്ടുറുമ്പുകളുടെ നിര എൻ്റെ യാത്രയെ അവിടെ മുറിച്ചു കളഞ്ഞു, എൻ്റെ വഴി അടച്ചു കളഞ്ഞു. ആൻഡ് സ്ട്രഗിളിങ് ത്രൂ ദി ടാങ്കിൾഡ് അണ്ടർഗ്രോത്ത് ടു അവോയ്ഡ്, ഇനി മരത്തിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന കെട്ടുപിണഞ്ഞ വള്ളികൾ മാത്രമല്ല, താഴെയും കെട്ടുപിണഞ്ഞ വള്ളികളാണ്. അതിലൂടെ കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റുന്നില്ല. അണ്ടർഗ്രോത്താണ്, മണ്ണിനടിയിൽ, അതായത് പുല്ലിനുള്ളിലുള്ള ചെടികളാണ്. ഐ കവേർഡ് ഓൺലി എ മിസറബിൾ ഫ്യൂ 100 meters എൻ അവർ. 1 മണിക്കൂർ കൊണ്ട് കേവലം മീറ്ററുകളാണ്, കുറച്ച് മീറ്ററുകളാണ്, ഒരു 10-25 മീറ്റർ ദൂരമാണ് എനിക്കവിടെ നടക്കാൻ കഴിഞ്ഞത്. ദാറ്റ് ആൻഡ് ആസ് ഐ പ്രസ്ഡ് ഓൺ ഡൗൺ സ്ട്രീം അലോങ് ഇറ്റ്സ് ബാങ്ക്, എന്തിനേറെ മെല്ലെ നീങ്ങി നിരങ്ങി ഞാൻ വീണ്ടും പുഴയോരത്തെത്തി. ഐ സോ പാരറ്റ്സ്, അവിടെയതാ തത്തകൾ. മങ്കീസ്, അവിടെയതാ കുരങ്ങന്മാർ. ആൻഡ് ഹമ്മിങ് ബേർഡ്സ്, അവിടെയതാ കളകൂജനം പൊഴിക്കുന്ന പക്ഷികൾ. ആൻഡ് മെനി വെറൈറ്റീസ് ഓഫ് ടൈനി ആർക്കിഡ്സ്, പലതരത്തിൽപ്പെട്ട ചെറിയ കാട്ടുപൂക്കൾ. ഗ്രോയിങ് ഓൺ ദ ട്രങ്ക്സ്, മരക്കൊമ്പിൽ വളരുന്ന, മരത്തടിയിൽ വളരുന്ന ചെറു പൂക്കൾ. ഇതൊക്കെ ശുഭശകുനങ്ങളായിരുന്നു. അതായത് മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു. The presence of the monkeys, the presence of the parrots and the singing birds and the beautiful flowers that grow on the branches of the trees. Now this class is ending here, and let it be tomorrow.